ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങാനുള്ള നീക്കത്തിൽ കൊച്ചി മേയർ വി കെ മിനിമോൾക്കെതിരെ CPIM സമൃദ്ധി ക്യാൻറ്റീനെ തകർക്കാനാണ് നീക്കമെന്ന് CPM ജില്ലാ സെക്രട്ടറി S സതീഷ് 24-നോട്. സമൃദ്ധി എന്ന ബ്രാൻഡ് അട്ടിമറിച്ച് കുടുംബശ്രീയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കോർപ്പറേഷൻ പിന്മാറണം എന്ന് CPIM ആവശ്യപ്പെട്ടു. സമൃദ്ധി പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആ നീക്കത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ 20 രൂപയുടെ ഊണ് 10 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ സമൃദ്ധിക്ക് സബ്സിഡി കൂടുതൽ കൊടുത്തിട്ട് 10 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇത് സമൃദ്ധിയുടെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾക്കകത്ത് ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രത്യേകമായി പോലും ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേരിട്ട് ഇന്ദിരാ ക്യാൻറ്റീൻ എന്നല്ല. ഇപ്പോൾ ലക്ഷ്യം സമൃദ്ധി എന്ന ബ്രാൻഡ് നെയിമിനെ തകർക്കുക, സമൃദ്ധിയുടെ പിന്നിൽ നിൽക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെ തകർക്കുക, കുടുംബശ്രീ പ്രസ്ഥാനത്തെ തകർക്കുക, എന്നിട്ട് ജനശ്രീ പോലെയുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യമുള്ളവരിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഇതിൽ തോമസ് ഐസക്കാണ് തോന്നുന്നു ഇതിൽ ആദ്യ പ്രതികരണമായി വന്നത്. അതിൽ ഒരു 10 രൂപയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് 10 രൂപയ്ക്ക് ഊണ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ സബ്സിഡി സമൃദ്ധിക്ക് കൊടുത്തുകൂടെ, എന്തിനാണ് ഇന്ദിരാ ക്യാൻറ്റീൻ എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നം നിതിൻ? അഷ്മി, കഴിഞ്ഞ ദിവസമാണ് കൊച്ചി മേയർ വി കെ മിനിമോൾ കുറഞ്ഞ നിരക്കിൽ, മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്ന ഇന്ദിരാ ക്യാൻറ്റീൻ തുറക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഒരു രാഷ്ട്രീയ പോര് ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ, കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമൃദ്ധി ക്യാൻറ്റീൻ അത് വലിയ വിജയമായിരുന്നു, വലിയ സ്വീകാര്യത കൊച്ചിയിൽ നേടിയിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ ഈ സമൃദ്ധി ക്യാൻറ്റീൻ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കവും നടത്തിവരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സമൃദ്ധിക്ക് പുറമെ ഇന്ദിരാ ക്യാൻറ്റീൻ എന്നൊരു ക്യാൻറ്റീൻ തുടങ്ങാൻ ഇപ്പോൾ കൊച്ചി മേയർ തീരുമാനിച്ചിരിക്കുന്നത്. അത് കുറഞ്ഞ നിരക്കിൽ 10 രൂപ നിരക്കിലാണ് ഇത്തരം ഭക്ഷണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ അന്നേരം സ്വാഗതം ചെയ്യുന്നു. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ സമൃദ്ധി ഉള്ളപ്പോൾ മറ്റൊരു ക്യാൻറ്റീൻ അതിന്റെ ഒരു സാഹചര്യമുണ്ടോ എന്ന ചോദ്യമാണ് CPM ചോദിക്കുന്നത്. അത്തരത്തിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ സമൃദ്ധിയെ തന്നെ അതിൽ ഉപയോഗിച്ചൂടെ, അല്ലെങ്കിൽ സബ്സിഡി വഴി സമൃദ്ധി തന്നെ അതിൽ ഉപയോഗിച്ചൂടെ എന്ന ചോദ്യം എന്തായാലും CPM ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുവഴി കുടുംബശ്രീയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. ഇതിൽ സമൃദ്ധി ക്യാൻറ്റീൻ ആണെങ്കിൽ രാഷ്ട്രീയ ചായ്വില്ല, അല്ലെങ്കിൽ കുടുംബശ്രീ രാഷ്ട്രീയ ചായ്വില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഒരു നേട്ടത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്ന വിമർശനം CPM ഉന്നയിക്കുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ക്യാൻറ്റീൻ ചൊല്ലൊരു രാഷ്ട്രീയ പോര് ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ദിരാ ക്യാൻറ്റീൻ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പ്രതികരണം വ്യക്തമാക്കുന്നത് സമൃദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സമൃദ്ധിയുടെ ബ്രാൻഡ് നെയിം തകർക്കാനുള്ള നീക്കമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും എന്നൊരു ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഉറപ്പായും അത് രാഷ്ട്രീയ പോര് തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമൃദ്ധി ആണെങ്കിലും ഇന്ദിരയാണെങ്കിലും 20 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം അതേ ക്വാളിറ്റിയിലോ അതിന് മുകളിലെ ക്വാളിറ്റിയിലോ സബ്സിഡൈസ് നിരക്കിൽ 10 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടണമേ, സമൃദ്ധി ആണെങ്കിലും ഇന്ദിരയാണെങ്കിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.